മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 1. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. പട്ടണ മധ്യത്തിൽ വെച്ചാണ് മുല്ലാക്കയോട് യാചകൻ ഭിക്ഷ ചോദിച്ചു. സമൂഹത്തിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ മുല്ലാക്ക ആളുകൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഇങ്ങനെ പറഞ്ഞു: ഇപ്പോൾ എന്റെ കയ്യിൽ പണമൊന്നുമില്ലല്ലോ, സ്നേഹിത, വീട്ടിലേക്ക് വരൂ, താങ്കൾക്ക് ഞാൻ വയറു നിറയെ ഭക്ഷണം തരാം. ആളുകൾ മുല്ലാക്കയെ ആദരവോടെ നോക്കി. യാചകൻ ഒഴിഞ്ഞു പോകുമെന്ന് മുല്ലാക്ക കരുതിയെങ്കിലും അയാളത് സമ്മതിക്കുകയാണ് ചെയ്തത്. അടിയൻ വീട്ടിലേക്ക് വരാമേ. വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ മുല്ലാക്ക തിരിഞ്ഞു നിന്ന് പറഞ്ഞു: ആഹാരം കുറച്ചു മാത്രമേ ഉണ്ടാവൂ, അത് മതിയേ. യാചകൻ ദയനീയ സ്വരത്തിൽ പറഞ്ഞു. അല്പം നടന്നിട്ട് മുല്ലാക്ക വീണ്ടും തിരിഞ്ഞു നിന്നു. കറികൾ പച്ചക്കറി ഒന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. വേണ്ടേ. വീടെറുക്കാറായപ്പോൾ മുല്ലാക്ക പറഞ്ഞു: ചോറില്ല, ഇറച്ചി മാത്രമേ കാണൂ, അത് മതി. എന്നിട്ടും യാചകൻ ഒഴിയാബാധ പോലെ കൂടിയിരിക്കുന്നത് കണ്ടപ്പോൾ മുല്ലാക്ക അവസാനം ഇങ്ങനെ പറഞ്ഞു: കാക്കയുടെ ഇറച്ചിയാകാനാണ് സാധ്യത, അതെങ്കിലും ആയല്ലോ എന്നായിരുന്നു യാചകന്റെ ഉത്തരവ്. വീടിന്റെ പടിക്കലെത്തിയപ്പോൾ മുല്ലാക്കയുടെ സ്വരം ക്രൂദ്ധമായി: ഒരു സാധനവും നിനക്ക് തരാനില്ലടോ, ഓടാ അവിടുന്ന്, അല്ലെങ്കിൽ വളർത്തുനായെ അടിച്ചുവിട്ട് കടിപ്പിക്കും, പറഞ്ഞേക്കാം. കൊട്ടിയടച്ച ഗേറ്റിനു മുൻപിൽ യാചകൻ സ്തംഭിച്ചു നിൽക്കുമ്പോൾ മുല്ലാക്ക ധൃതിയിൽ അകത്തേക്ക് പോയി. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി തരണമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും.